ഹലോ എവരിബഡി, ഇന്നിൻ്റെ കൂടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ജസ റൈസി 2025 നീറ്റിന് 533 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ജസ. അതേപോലെ തന്നെ ഈ വർഷത്തെ +2 പരീക്ഷയിൽ 1194 മാർക്ക് കിട്ടിയിട്ടുണ്ട് ജസക്ക്. ഉമ്മയും ജസയും കൂടി ഇപ്പോൾ യൂണിവേഴ്സലിൽ എത്തിയതാണ്. ഫ്രീ ആയ ഒരു സമയത്ത് കാണാനും അതേപോലെ തന്നെ സന്തോഷം പങ്കിടാനൊക്കെ എത്തിയതാണ്. ജസ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഈ ഒരു മികവിലെത്തിയിരിക്കുകയാണ്. ജസക്ക് നിങ്ങളുമായിട്ട് അവളെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഈ ഒരു സ്റ്റോറി നിങ്ങളുമായി പറയാനാണ് വന്നിട്ടുള്ളത്. ജസയെ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. ഓക്കെ. ഹലോ, ഞാൻ ജസ റൈസി. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ 2023-25 ബാച്ചിൽ പഠിച്ചതാണ്. ഇപ്രാവശ്യം +2-ന് അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങിച്ച് പാസ്സാകാൻ പറ്റി. പിന്നെ നീറ്റിനും 533 മാർക്ക് വാങ്ങിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലാത്ത റാങ്കും ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10th കഴിഞ്ഞിട്ട് എല്ലാവരെയും പോലെ ഗവൺമെൻറ് സ്കൂളിൽ പോകാനായിരുന്നു പ്ലാന്. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ പാരൻസ് ഇങ്ങനെ ഒരു സജഷൻ വെച്ചത്. അപ്പോൾ ടാലൻറ്റ് സെർച്ച് എക്സാം എഴുതി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്തത് വന്നു. അങ്ങനെ സ്കോളർഷിപ്പോട് കൂടി യൂണിവേഴ്സിറ്റി പബ്ലിക് സ്കൂളിൽ +1 ജോയിൻ ചെയ്തു. +1 ടൈമിൽ ഡേ സ്കോളറായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. എൻ്റെ വീട് വൈലത്തൂർ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡേ സ്കോളറായിട്ട് ഒരു വർഷം മോർ ദാൻ 1 ഇയർ ക്ലാസ്സിന് വന്നു. അപ്പോൾ ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആ ഒരു മൂഡിലായിരുന്നു പോയിരുന്നത്. കുഴപ്പമില്ലാതെ ക്ലാസ്സിലെടുക്കുന്നതൊക്കെ ആ രീതിയിൽ ഇങ്ങനെ പോകുന്നല്ലാണ്ട് എക്സ്ട്രാ ഒന്നും ഞാൻ എൻ്റെതായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെയാണ് എനിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ +2-ന് ഹോസ്റ്റൽ ജോയിൻ ചെയ്യാൻ തോന്നി. അങ്ങനെ തുഷാരയിൽ അഡ്മിഷൻ എടുത്തു. ആൻഡ് അത് വേറൊരു അടിപൊളി ഡിസിഷനായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് അത്രത്തോളം അടിപൊളിയായിരുന്നു ഞാൻ ഹോസ്റ്റൽ ജോയിൻ ചെയ്തെടുത്ത ആ ഡിസിഷൻ. എന്തുകൊണ്ടും ഡേ സ്കോളറിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് ഹോസ്റ്റലറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ ചെറിയ ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാറി. അതായത് അവിടെ ചെന്നപ്പോൾ ഒരു ഹോംലി ഫീൽ തന്നെ ആയിരുന്നു. കുറേ നമ്മളെപ്പോലത്തെ സ്റ്റുഡൻസ്, അതും പലരും വേറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ പലരുടെയും കൾച്ചേഴ്സും പല കൈൻഡ് ഓഫ് ആൾക്കാരും പേഴ്സണാലിറ്റീസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റി. പിന്നെ ഫുഡിൻ്റെ ആണെങ്കിലും ഒരു കൺസേൺ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് അതൊന്നും പ്രശ്നം ഉണ്ടായില്ലൊക്കെ ഓക്കെയായിരുന്നു. അടിപൊളി ഫുഡാണ്. പിന്നെ സ്റ്റഡി ഹോൾ ഫെസിലിറ്റീസ് ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് പഠിക്കാൻ ഉള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഷെഡ്യൂളാണെങ്കിലും എല്ലാവർക്കും പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഷെഡ്യൂളാണ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽസിൽ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റി. ഹോസ്റ്റൽ എന്തുകൊണ്ടും പഠിക്കാനാണെങ്കിലും നമുക്ക് വേറെ എന്ത് ആസ് എ പേഴ്സൺ നമുക്ക് ബിൽഡ് ആവാനാണെങ്കിലും നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ആവാനാണെങ്കിലും ഫുഡിനാണെങ്കിലും ക്ലീൻലിനെസ് ഒക്കെ എന്തുകൊണ്ടും സ്റ്റഡി ഹാളും ഒക്കെ അടിപൊളിയാണ്. യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി പാനലാണെങ്കിലും അടിപൊളിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെതായ ഫുൾ എക്സ്പേർട്സ് തന്നെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സസിനാണെങ്കിലും എൻട്രൻസിനോടൊപ്പം തന്നെ അവർ ബോർഡ് എക്സാമിൻ്റെതും എടുക്കും. നമുക്കൊരു ഡിഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യേയില്ല. ഒക്കെ ഒരുമിച്ചല്ല ബാലൻസ് ആക്കിയിട്ട് കൊണ്ടുപോകും. പിന്നെ പ്രാക്ടിക്കലാകുമ്പോൾ സെക്കൻഡ് ഇയർ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ട് തുടങ്ങുള്ളൂ. അതും പ്രോപ്പർ ഷെഡ്യൂളിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. കറക്റ്റ് നമ്മൾ എക്സാമിൻ്റെ ഒക്കെ മുന്നായിട്ട് തന്നെ ഒക്കെ സിലബസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടിക്കലും ഒക്കെ സെറ്റാക്കിയിട്ട് തന്നെ വിടുള്ളൂ. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് ഒരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഠിച്ചിട്ടാണെങ്കിലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങിക്കാൻ പറ്റി. പിന്നെ മെൻറ്റേഴ്സ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പേഴ്സണലായിട്ട് പറയാനാണെങ്കിലും ഒക്കെ നമുക്ക് മെൻറ്റേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഹോസ്റ്റലിലായിരുന്നിട്ടും കൂടി ഞങ്ങൾക്ക് ബോർഡ് എക്സാംസ് ആണെങ്കിലും വേറെ ഏത് എൻട്രൻസിനാണെങ്കിലും അപ്ലൈ ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ യൂണിവേഴ്സിറ്റിയിലെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു. എന്തിനും കൂടെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ എന്തിനാണെങ്കിലും AF കൂടെ ഉണ്ടായിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കത്തിനും AF ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്യൂച്ചർ ഡോക്ടേഴ്സിൻ്റെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഹോസ്റ്റലായ ടൈമിൽ നല്ലോണം യൂസ്ഫുൾ ആയിട്ടുണ്ട്.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ആവാനും അതും ഡോക്ടേഴ്സ് തന്നെ നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ നല്ലോണം നമ്മൾ ആ ഒരു സ്പാർക്ക് വരുത്താനും ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തിനും എഫോർട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഫ്റ്റത്ത് പോയി സംസാരിക്കുക, നമ്മളെ വറീസൊക്കെ ഷെയർ ചെയ്യുക, ഒക്കത്തിനും എഫോർട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ +1 +2 ആണ് വിചാരിച്ചിട്ട് ബോർഡ് എക്സാമിന് പഠിക്കാനുള്ള രീതിയിൽ പഠിച്ചു പോകണ്ട. അത് നിങ്ങൾക്ക് ലാസ്റ്റിൽ ആ ഒരു ടൈം മാത്രം യൂട്ടിലൈസ് ചെയ്താൽ മതി. +1 +2 ആണെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ എന്തായാലും പഠിക്കുക. എൻട്രൻസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. സ്റ്റാർട്ടിങ് മുതലേ നോക്കി പോവുകയാണെങ്കിൽ പെൻഡിങ് ഒന്നും വെക്കാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കീപ്പപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള എക്സാംസ് ആണെങ്കിലും ഒക്കെ അതിന് അടിപൊളി തന്നെയാണ്. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് തീരുമ്പോഴേക്കും അതിൻ്റെ സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് എക്സാംസും പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ കുറേ മോക്ക് ടെസ്റ്റും ഫുൾ ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിക്കണം. അപ്പോൾ ഫുള്ള് നമ്മൾ എൻട്രൻസിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോവുക. ബോർഡ് എക്സാമിനായിട്ട് ഒന്നും അപ്ലൈ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചാപ്റ്ററിൻ്റെ കൂടെ നമ്മൾ എടുക്കുമല്ലോ, അപ്പോൾ ജസ്റ്റ് ആ ഒരു തിയറിയും കൺസെപ്റ്റും മനസ്സിലാക്കി പോവുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ. +2 ആണെങ്കിലും പ്രാക്ടിക്കലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഒക്കെ നമ്മൾ എൻട്രൻസ് ലെവലിൽ തന്നെ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും +1 കൂടെ തന്നെ ഇൻഷാല്ലാ നീറ്റ് ജെഇ എന്താണോ നിങ്ങൾ ആസ്പയറിങ് എൻട്രൻസ് എക്സാം അത് നിങ്ങൾക്ക് എന്തായാലും ഷുവർലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ പ്രാർത്ഥിക്കുക, വർക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.